24 ഇലക്ഷൻ സൈക്കിൾ യജ്ഞത്തിന്റെ പര്യടനം തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. കോൾപ്പാടങ്ങൾക്ക് പേരുകെട്ട തൃശൂരിലെ അരിമ്പൂരിൽ കൃഷി ചെയ്ത നെല്ല് വിളവെടുക്കാൻ പാകമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ചൂടിലും കർഷകർക്ക് പ്രധാനം കൃഷിയിടങ്ങളും മണ്ണും മനുഷ്യജീവിതവും തന്നെ. സ്മിത ഹരിദാസും പ്രവീത ലക്ഷ്മിയും വിനീത വിജിയും ചേരുന്നു നമുക്കൊപ്പം. അരിമ്പൂർ പഞ്ചായത്തിലെ കൊടയാട്ടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ രീതിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പാടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കോൾപ്പാടമാണ്. അതിന്റെ നടുക്ക് നല്ല തിരക്ക് പിടിച്ച രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളോടൊപ്പം 24ന്റെ ചില പ്രേക്ഷകർ, എല്ലാ പാർട്ടിക്കാരും ഉണ്ടല്ലേ നിങ്ങൾ? ചേട്ടന്റെ പ്രതീക്ഷ എങ്ങനെയാ? ബിജെപിയുടെ അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ജയിക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. എല്ലാവരും അത്ര പെട്ടെന്ന് ഇവിടുന്ന് ജയിച്ചു പോകുന്ന ഞങ്ങൾക്ക് ഒന്നുമില്ല. വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് നേരത്തെ വളരെയധികം അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചില വ്യക്തിപ്രഭാവങ്ങൾ കൊണ്ട് മാത്രം ഇവിടെ ജയിക്കാൻ പറ്റുമെങ്കിൽ വ്യക്തിപ്രഭാവം നാട്ടുകാരനായിട്ടുള്ള സുനിൽ കുമാറിനും വളരെ ശക്തമായിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി ചേട്ടന്റെ രാഷ്ട്രീയ ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്ക് നമ്മളെ പകുത്തു പങ്കുവെക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്ക് നമ്മളെ പകുത്തു പങ്കുവെക്കണം. പ്രണയമേ പ്രളയമേ കലഹമേ പ്രകൃതി സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്ന കാണുമാർഗിതം. നല്ല ചൂടേറിയ രാഷ്ട്രീയം പറയുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും ഒരുമിച്ചാണ് ചിരിച്ചും കളിച്ചും നമ്മൾ ഇവരുടെ ഇടയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പൂരത്തിന്റെ ആവേശമുണ്ട്. അതുകൂടാതെ ഇതപ്പോ ഇലക്ഷന്റെ ആവേശം വലിയ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ ഗവൺമെന്റ് പിടിച്ചു കുലുക്കിയ ഒന്നായിരുന്നു 67 കാലഘട്ടത്തിൽ. അപ്പം എന്തായാലും ഇവിടെയുള്ള ഇപ്പോഴത്തെ കർഷകർക്കും എന്തായാലും അവർ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. അവർ ശക്തമായി തന്നെ അവരുടെ രാഷ്ട്രീയം പറയുകയായിരുന്നു. എന്തായാലും ഇവിടെ ശക്തമായ പോരാട്ടം നടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീ പാറട്ടെ. പക്ഷെ ഏതൊക്കെ രാഷ്ട്രീയമാണെങ്കിലും സന്തോഷവും സമാധാനമായിട്ട് നമുക്ക് ഐക്യത്തോടെ കഴിയണം. അതായിരിക്കണം. ആര് ജയിച്ചാലും അത് തന്നെയാകണം. ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരുടെ സൗഖ്യം ക്ഷേമം അത് തന്നെ ആകട്ടെ. അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവർ തരുന്ന ഈ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഊർജ്ജമാണ്. ആ ഊർജ്ജത്തോടെ നമ്മുടെ യാത്ര